ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ഒരു അവിയൽ കണ്ടാലോ? നമ്മുടെ അവിയൽ ശരിക്കും സ്പെഷ്യൽ ആവുന്നത് അതിൻ്റെ ഓരോ പച്ചക്കറിയും അരിയുന്നത് തൊട്ടാണ്. ശരിക്കും നിങ്ങൾ നോക്കിയാൽ കാണാം, എല്ലാം ഒരേ ഷേപ്പിൽ ഒരേ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ പച്ചക്കറികളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മുരിങ്ങയ്ക്ക, ചേന, പയർ, വെള്ളരി, വഴുതനങ്ങ, ക്യാരറ്റ്, പടവലങ്ങ, പിന്നെ പച്ചമുളക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഈ അവിയൽ ഉണ്ടാക്കുന്നത്. അല്ലാതെ മറ്റേ ഉണക്കമുളക് ചേർത്തൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, ബട്ട് അങ്ങനല്ല. ഇനി നമുക്ക് നമ്മുടെ കൽച്ചട്ടിയിലുണ്ടാക്കുന്ന ഓരോ വിഭവങ്ങൾക്കും പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ കൽച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഈ എണ്ണ എന്തിനാണ് ശരിക്കും ഇതിൻ്റെ അടിയിൽ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ കൂടിയാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളരി, പയർ, എരിവിനുള്ള നമ്മളുടെ പച്ചമുളക് ഇത് ശരിക്കും നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. പിന്നെ നമ്മുടെ ചേന കിട്ടാത്തവരാണെങ്കിൽ ചേന ഇല്ലാതെ ആണെങ്കിലും കുഴപ്പമില്ല. മുരിങ്ങയ്ക്ക നമ്മൾ സാമ്പാറിനകത്ത് വെക്കുമ്പോൾ ശരിക്കും ഒരു ഫുൾ പീസായിട്ടിടും. അവിയലിനാകുമ്പോഴത്തേക്കിനും നമ്മളതിനെ ഇങ്ങനെ നടുവിന്ന് മുറിച്ചിട്ടിടണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോട്ടൊക്കെ നമ്മുടെ ഈ എന്താ പറയുക, തേങ്ങ അരച്ചതൊക്കെ കയറി ആ ഒരു രുചിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ കൽച്ചട്ടിയിലേക്ക് നമ്മൾ ബാക്കി എല്ലാ പച്ചക്കറികളും ചേർത്ത്, ഇവിടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നത് കുറച്ച് കൂടുതലായിരുന്നു, സോ അത് ഫുൾ ഇടുന്നില്ല. അപ്പം നമ്മുടെ കൽച്ചട്ടി നിറയെ പച്ചക്കറികളുമായിട്ട് ഇതേ അവിയലിങ്ങനെ റെഡിയാവാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികളും കൂടി ഇട്ടേക്കാമല്ലോ. ഉപ്പ് ആവശ്യത്തിന്, നമ്മൾ അരപ്പിലൊന്നും ചേർക്കുന്നില്ല, ഈ പച്ചക്കറി വേവുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി. അപ്പം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്, ശരിക്കും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് അവിയലൂട്ടി ചോറുണ്ണുന്ന ആ ഒരു സാധനം ഇങ്ങനെ ഓർമ്മയിലുണ്ട്. കാരണം ഭയങ്കര ടേസ്റ്റിയാണ് ശരിക്കും ഈ അവിയൽ. ചില മനുഷ്യർക്ക് ഭയങ്കര കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, അത് ഇതാണ്. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പം ദേ നമ്മുടെ അവിയലിലെ എല്ലാ കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പച്ചക്കറികളിനകത്തും തന്നെ വെള്ളം ഇറങ്ങി അത് ശരിക്കും വെന്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളത്തിലിട്ടിരുന്ന വാളംപുളി കുറച്ച് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ തൈര് വെച്ചിട്ട് അവിയലുണ്ടാക്കുന്ന കാണാറുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി എനിക്കൊന്ന് ഭയങ്കര പുളിയായിപ്പോവും. വേണമെങ്കിൽ വാളംപുളി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിതേ വാളംപുളിയൊക്കെ ഒഴിച്ച് നമ്മുടെ അവിയലിൻ്റെ എല്ലാ പച്ചക്കറികളിലേക്കും ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പരയ്ക്കണം. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് തേങ്ങ, ചെറിയുള്ളി, ജീരകം, നുള്ളു മഞ്ഞൾപ്പൊടി. ശരിക്കും നമ്മൾ പച്ചക്കറി വേവിച്ചപ്പോഴത്തേനും മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചത്. ഓക്കെ, അപ്പം നമ്മളിതേ മിക്സിക്കകത്തിട്ട് അരച്ച് സെറ്റാക്കി. അപ്പം ഒത്തിരി അരഞ്ഞു പോകുന്നു ചെയ്യരുത്, ശരിക്കും തോരൻ്റെയൊക്കെ ആ ഒരു അരപ്പ് പോലെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കറിവേപ്പിലയും കൂടെ ചേർത്താണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇത് കൂട്ടി യോജിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. കാരണം ഇനിയിപ്പോൾ വിഷു സ്പെഷ്യലിന് അറിയാൻ മേലാത്ത ആൾക്കാർ പോലും എനിക്ക് തോന്നുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പീസ് നിങ്ങൾ മാത്രം കണ്ട് പഠിച്ച് ചെയ്താൽ പോരാ കേട്ടോ, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നോക്കിയേ, നമ്മുടെ അവിയലിൻ്റെ അരപ്പെല്ലാം നമ്മുടെ ഓരോ കഷ്ണങ്ങളിലേക്കും ഇങ്ങനെ ചേർന്ന് സെറ്റായി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ ഐറ്റം ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരപ്പ് വെച്ച് ഇതൊന്ന് ചെറുതായിട്ട്
ചൂടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ അടച്ചു മൂടി സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ തുറന്നു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ശരിക്കും ഈ അവിയൽ കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. അപ്പോൾ അതേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ അവിയൽ സെറ്റായി. തട്ടിപ്പൊത്തി നമ്മൾ വെച്ചു. നമ്മുടെ കറിവേപ്പിലയൊക്കെ ചേർത്ത് നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം മറക്കണ്ട, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളത്തെ വിഷു സ്പെഷ്യലായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.